നെക്കിലും സ്ലീവിലും രണ്ട് വ്യത്യസ്ത പാറ്റേണിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ലൈനിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ. കരയും കസവും കൂടി വരുന്ന ഒരു സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നായിരുന്നേ. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള ഓരോ മെറ്റീരിയൽ കാണുമ്പോഴേക്കും നമുക്കൊരു പരിചയം ഉണ്ടാകില്ല, അത് എത്രത്തോളം അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡാമേജ് ആയി പോകും എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു അറിവ് കൊണ്ടിട്ട് തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടാണ്, 1-2 യൂസിന് ശേഷം ഇത്രയും ഹെവി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ പോരെ. എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഉടക്കിയാൽ തന്നെ അത് വേഗം വലിയുന്നൊരു ടൈപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഇതെങ്ങനെയായാലും കുഴപ്പമില്ലാതെ ചെയ്തോളാം പറഞ്ഞിട്ട് ഞാനതിൻ്റെ വർക്കും ചെയ്തു തുടങ്ങി. ഈ ഒരു മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ഇടുമ്പോഴേക്കും നല്ല രീതിയിൽ വലിച്ച് ടൈറ്റ് ആക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ സൈഡ് വശത്ത് പീസൊക്കെ ഇട്ടിട്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ച് ഞാനാണ് ഇത് ചെയ്തെടുത്തത്. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മൾ ആ ഒരു സ്ലീവ് എൻഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കൂടാതെ ഇടയ്ക്ക് ചെറിയ ഡിസൈൻ കൂടിയൊക്കെ സ്ലീവിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തുണിയുടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് ആ സ്ലീവിലൊക്കെ കൂടുതൽ പിന്നലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല എന്ന് കരുതിയിട്ട് ആ ഒരു വർക്ക് ഞാൻ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അടുത്തത് ഈ ഒരു പിങ്ക് കളറുള്ള ബ്ലൗസിനാണെന്നുണ്ടെങ്കിലും സാരിയുടെ അതേ ഷെയ്ഡിലുള്ള ഗ്രീൻ കൊണ്ടിട്ട് ഡോട്ട് സ്റ്റിച്ചിൽ ഒരു ലെയറിൽ മാത്രം വരുന്ന ഒരു സിമ്പിൾ വർക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സാരിയുടെ കസവിനാണെന്നുണ്ടെങ്കിലും ഒരു കോപ്പർ ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് ആ ഒരു കളർ കൂടി നമ്മൾ ഈ ഒരു വർക്കിന് ആഡ് ചെയ്തിട്ടുണ്ട്.